പെരിന്തൽമണ്ണ നഗരസഭയെ ക്ലീനാക്കുക മാത്രമല്ല, മനോഹരമായ ബ്യൂട്ടി സ്പോട്ടുകളൊക്കെ നിർമ്മിച്ച് ഒന്ന് മനോഹരമാക്കി. 3 വർഷം കൊണ്ട് പെരിന്തൽമണ്ണക്കാർക്കെല്ലാം സുപരിചിതനാണ്. മാത്രമല്ല, ജൂനിയറായ ഉദ്യോഗസ്ഥർക്ക് പോലും എന്ത് കാര്യത്തിനും ഓടിയെത്താൻ കഴിയുന്ന CK വത്സൻ സാറ് പെരിന്തൽമണ്ണയോട് വിട പറയുകയാണ്. ദൂരേക്കൊന്നുമല്ല, തൊട്ടടുത്ത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലേക്കാണ് അദ്ദേഹം സ്ഥലം മാറി പോകുന്നത്. ഈ ഉദ്യോഗസ്ഥരൊക്കെ ഒരുപക്ഷെ പലരും എന്നോട് തന്നെ പറഞ്ഞത്, ഞങ്ങൾക്കൊരു മേലുദ്യോഗസ്ഥനല്ലായിരുന്നു, ഞങ്ങൾക്കൊരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെന്ന് ചോദിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഞങ്ങളോടൊപ്പമുള്ള ഒരാളായിരുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, കാരണം താങ്കൾ ചെയ്തത് വീണ്ടും തുടരണമല്ലോ, അവർക്കുള്ള നിർദ്ദേശങ്ങൾ, പുതിയ ചുമതലകൾ. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരോ സമയവും വിലപ്പെട്ടതാണ്. നമ്മളുടെ ഐഡന്റിറ്റി സമൂഹത്തിന് വേണ്ടി എപ്പോഴും ഓർക്കാനുള്ള ബന്ധങ്ങൾ, പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ സേവനങ്ങൾ, ഇത് വരും തലമുറയിലേക്ക് കൊടുത്തുകൊണ്ട് സ്നേഹബന്ധം സത്യസന്ധമായി കൂടുതൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സമൂഹത്തിനൊരു മാതൃകയായിട്ട് ഓരോ സഹപ്രവർത്തനം ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളും വ്യാപാര സുഹൃത്തുക്കളും മാധ്യമങ്ങളും സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സ്വകാര്യ സ്ഥാപനങ്ങളും എല്ലാവരും പൊതു ഉദ്ദേശത്തിന് നഗരം മാലിന്യമുക്തമാക്കാൻ, നഗരം ഭംഗിയാവുവാൻ ഒരു വാക്ക് പറഞ്ഞാൽ അവർ കൂടെ ഉണ്ടാവും. എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പൊതുജനങ്ങൾ, വ്യാപാരികൾ, അതിലുപരി പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ്. അതിലുപരി എനിക്ക് പിന്തുണ തന്നത് എൻ്റെ പ്രിയപ്പെട്ട ഈ സഹപ്രവർത്തകരാണ്. ഈ സഹപ്രവർത്തകരുടെ പിന്തുണയിലാണോ താങ്കൾ ഇവിടെ ഈ നഗരത്തെ ഇത്രയും മനോഹരമാക്കുക മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നഗരത്തിന്റെ പല ഭാഗത്തു കൂടി ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പോയപ്പോൾ പല സ്ഥലങ്ങളിലും ബ്യൂട്ടി സ്പോട്ടുകൾ കണ്ടു. അവിടെയെല്ലാം നിറയെ ആളുകൾ, പ്രായമായ ആളുകളൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടു. അത് താങ്കൾ വിഭാവനം ചെയ്ത, താങ്കൾ കൂടി മുന്നേ നിന്ന് നടത്തിയ ഒരു സംഭവങ്ങളല്ലേ. അപ്പൊ അതൊക്കെ ഇനി തുടർന്നുകൊണ്ട് പോകണമെന്ന് ഇവർക്കൊരു ഉപദേശം കൂടി കൊടുത്തുകൂടി? ഉപദേശമല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ മാതൃകയാക്കലാണ്. ഈ അവസാനം നമ്മുടെ ഒരു ഹുസൈന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞു, പോകുന്നതിനിടയിൽ ഈ ബൈപ്പാസിൽ പ്രായമുള്ള ആളുകൾ വൈകുന്നേരം ഇരിക്കുന്നത് ഈ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു സിറ്റിസൺ കോർണർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതിന് മാതൃക കൊടുത്തു. അത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പൊ ഓരോ പ്രവൃത്തിയുടെയും പൂർണ്ണത ഒറ്റയ്ക്കല്ല, സഹപ്രവർത്തകരോട് ചർച്ച ചെയ്തിട്ടാണ് മുത്തശ്ശി കിണറായാലും അതുപോലെ തന്നെ ചുമർ ചിത്രങ്ങളായാലും ഇവിടെ തന്നെയുണ്ട് ഒക്കെ ഈ നഗരസഭയുടെ ഇതൊക്കെ നമ്മുടെ മുൻ ചെയർമാൻ ഷാജി ചെയർമാൻ പെട്ടെന്ന് എല്ലാം നിർദ്ദേശിക്കുന്നത്. ജനപ്രതിനിധികളുണ്ട്, ജീവനക്കാരുണ്ട്, കച്ചവട സുഹൃത്തുക്കളുണ്ട്, ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഇനിയും പൂർത്തിയാക്കേണ്ട ഒരുപാട് ബ്യൂട്ടി സ്പോട്ടുകൾ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം സത്യത്തിൽ നമ്മളൊരു സമൂഹത്തിന് ഉള്ള സമയത്ത് ഉറക്കപ്പെടണം. മണ്ണാർക്കാട് നഗരസഭയിൽ ഞാനുണ്ടായിരുന്നു. അത് ഇന്നും അവിടുത്തെ പൊതുജനങ്ങൾ ഏറ്റെടുത്താണ്. അവിടെ നിന്ന് ഇന്നും അങ്ങോട്ട് സേവനം ചെയ്യാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം മണ്ണാർക്കാട് ഞാൻ തന്നെ ഒരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ CK വത്സനെ കുറിച്ച് അവിടെ നമ്മുടെ ഒരു മാധ്യമ സുഹൃത്തിനോട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം. അപ്പൊ പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾ മാത്രമല്ല, എല്ലാവരും ഓർത്തിരിക്കുന്ന കുറേയേറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പോകുമ്പോൾ സാറിനൊരു എന്താ പറയാ വിഷമം തോന്നുന്നു. സത്യത്തിൽ ഉള്ളിൽ അതിയായ വിഷമമുണ്ട്. അപ്പൊ നമ്മളെ സ്വീകരിച്ചൊരു നാടിനോട് വിട പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിയോഗം പോലെയാണ് നമുക്ക് ഓരോ പ്രദേശവും. അപ്പൊ ഏറ്റവും കൂടുതൽ അംഗീകാരം ബഹുമാനപ്പെട്ട ഗവർണറിൽ നിന്ന് നേരിട്ട് മികച്ച നഗരസഭകളുടെ 2ാം സ്ഥാനം ഏറ്റുവാങ്ങാൻ വേദിയിൽ എത്തിയപ്പോഴാണ് കൂട്ടായ പ്രവർത്തന ഫലമായി ഉണ്ടായ ഒരു ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത്. അതെന്നും ഇനി അതിലും ഉപരിയായി ഒന്നും എനിക്കിനി ലഭിക്കാനില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി ഇവിടെ പൂർത്തീകരിക്കേണ്ട കുറെ പദ്ധതികൾ, കുറെ കാര്യങ്ങളുണ്ട്, ഇവരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഒരു നോട്ടം, അതെല്ലാം പൂർത്തീകരിച്ചോ എന്നറിയാനൊരു നോട്ടം സാറിന്റെ ചിലപ്പോൾ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലോ, ഈ നാട്ടിലുള്ള ആളുകളും ജനപ്രതിനിധികളും? എന്തായാലും ഇനിയും കൂടുതൽ എൻ്റെ സഹപ്രവർത്തകർ ഇനിയും കൂടുതൽ ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി സീറോ, അതായത് വികസിത രാഷ്ട്രങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള മാലിന്യമുക്തമായ ഒരു പ്രദേശം, നഗരമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ വൻ നഗരങ്ങളിൽ ഇടം നേടുമെന്നാണ് പെരിന്തൽമണ്ണ നഗരസഭ. തീർച്ചയായും ഇടം നേടുമെന്നാണ് എൻ്റെ തോന്നൽ. സഹപ്രവർത്തകര് അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാമോ? അത് നിങ്ങൾക്കൊക്കെ വളരെ സ്നേഹമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കൊക്കെ മറക്കാൻ പറ്റാത്ത ആളായിരുന്നല്ലോ വത്സൻ സാറ്. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? വത്സൻ സാറ് പെരിന്തൽമണ്ണ നഗരസഭയിൽ എത്തിയിട്ട് ഇപ്പോൾ 3 വർഷം തികയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ
അദ്ദേഹം ഏറ്റവും സൗഹാർദ്ദപരമായിട്ട് സഹപ്രവർത്തകരോട് പെരുമാറുന്ന ഒരു മേലുദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും താഴേക്കിടയുള്ള ജീവനക്കാരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയെ സംബന്ധിച്ച് വളരെയേറെ ഇനിയുള്ള കാലങ്ങളിലൊക്കെ തന്നെ വളരെയേറെ പ്രശസ്തി ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇപ്പോൾ സാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സീറോ വേസ്റ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, കൃഷിക്കിണർ പോലെയുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ മാലിന്യ സംസ്കരണ അതുപോലെയുള്ള മാലിന്യ സംസ്കരണ പരിപാടികളൊക്കെ തന്നെ പെരിന്തൽമണ്ണ നഗരസഭയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി തന്നെ വിശേഷിപ്പിക്കുന്നു. സാറേ, അവസാനം സാറിനോട് തന്നെ ഒരു ചോദ്യം. നേരത്തെ സാർ ഇവിടെ ഭരണകാലത്ത് LDF ഭരണസമിതിയായിരുന്നു. അങ്ങനെ ഒരു 3 പതിറ്റാണ്ട് കഴിഞ്ഞ് UDF ഭരണസമിതി വന്നു. ഇപ്പോൾ 2 ഭരണസമിതിയുടെ 2 UDFന്റെ LDFന്റെ ഭരണസമിതിയുടെ കാലത്ത് LDFന്റെ കാലത്ത് വന്നു, UDFന്റെ കാലത്ത് സാറ് പോകുന്നു. ഈ 2 പേരെ കുറിച്ച്, 2 മുന്നണികളെ കുറിച്ച്, അവരുടെ സമീപനങ്ങളെ കുറിച്ച്, അവരുടെ പിന്തുണയെ കുറിച്ച് സാറിന് അവസാനമായി. 2 കൂട്ടരും നഗരത്തിന്റെ ഓരോരോ പുതുമകൾ, പുതിയ വികസനങ്ങൾ, സീറോ വേസ്റ്റ് നഗരം, സൗന്ദര്യമുള്ള നഗരം, ഓരോ ആശയം. പക്ഷേ സ്ഥലമാറ്റം ഒരു ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. 3 വർഷം പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥലമാറ്റം ലഭിക്കും. പക്ഷേ ഇരു കൂട്ടരും ഈ പുതിയ ഭരണസമിതിയും ഒരുപാട് കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ അതൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട HIനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം വികസനത്തിലും സൗന്ദര്യവൽക്കരണത്തിലും രാഷ്ട്രീയമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും തൊട്ടടുത്ത് മലപ്പുറത്ത് തന്നെ വത്സൻ സാറുണ്ട്. അദ്ദേഹം ഈ വ്യാപാരികളായാലും എല്ലാവരും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. എന്ത് കാര്യങ്ങളായാലും മുൻകൂട്ടി അറിയിക്കും. ആർക്കും ഒരു പരാതിയില്ലാതെ ഇത്രയും കാലം അദ്ദേഹം ഈ നാടിനെ സേവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എന്നും ഈ പെരിന്തൽമണ്ണക്കാർ ഓർത്തിരിക്കും. ഇനിയുള്ള ആളുകളായാലും ഈ പെരിന്തൽമണ്ണയ്ക്ക് എന്ത് ചെയ്യണം, ബാക്കി വെച്ചിട്ട് പൂർത്തീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാവർക്കും ഒരു നിർദ്ദേശം കൊടുത്തിട്ടാണ് CK വത്സൻ എന്ന ഇവിടെ ഉണ്ടായിരുന്ന ഹെൽത്ത് സൂപ്പർവൈസർ ഈ നാടിനോട് വിട പറയുന്നത്. ഇനിയുള്ള ഉദ്യോഗസ്ഥർക്കും ഈ നാടിനെ ഏറ്റവും മികച്ച രീതിയിൽ സേവിക്കാനും ഈ നാട്ടുകാർ ഓർത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താനും സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജബ്ബാർ വേണാട്ട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.